ഹലോ ഗായ്സ്, ഇറ്റ്സ് മീ SDK ഫ്രം MS സൊല്യൂഷൻ. ഇനി എന്തിനാ വേറെ സൊല്യൂഷൻ മക്കളെ, നമ്മളൊന്ന് അടിച്ചു പൊളിച്ച് രണ്ടാമത്തെ ചാപ്റ്റർ ഉണ്ടല്ലോ, വളരെ പെട്ടെന്ന് പഠിക്കാൻ പോവാണ്. എല്ലാവരും ക്ലാസ് ശ്രദ്ധിക്കുക. നമുക്കറിയാം നമ്മളെ രണ്ടാമത്തെ ചാപ്റ്റർ പേരെന്താ? ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രറ്റേണിറ്റി അല്ലേ? സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. ഈ ചാപ്റ്ററിൽ നമ്മൾ കാര്യമായിട്ട് നമുക്കറിയാം ഫ്രഞ്ച് വിപ്ലവത്തെ കുറിച്ചാണ് പഠിക്കുന്നത് അല്ലേ? ഫ്രഞ്ചിൽ എന്തുകൊണ്ടാണ് സമരം നടന്നത്? ആദ്യം അത് ആലോചിക്കുക. ഫ്രഞ്ചിൽ എന്തുകൊണ്ട് വിപ്ലവം നടന്നു അല്ലെങ്കിൽ റവല്യൂഷൻ നടന്നു? എന്തൊറ്റ കാരണമുള്ളൂ. ഈ ഫ്രഞ്ച് ഭരിച്ചത് ആരാറിയാം മക്കളെ? ലൂയി 16 ഇറങ്ങുന്ന ഒരു രാജാക്കന്മാരാണ്. ഈ ഭരിച്ച രാജവംശത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബൂർബൺ ഡൈനാസ്റ്റി. അപ്പോൾ ഫ്രഞ്ച് ഭരിച്ച രാജവംശത്തിന്റെ പേര് ബൂർബൺ രാജവംശം കിട്ടി. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് 3 രാജാക്കന്മാരുണ്ടായിരുന്നു. ഒന്ന് ലൂയി 40, ലൂയി 50, ലൂയി 60. ഇങ്ങനെയുള്ള ഈ 3 ആളുകളാണ് ഫ്രഞ്ച് ഭരിച്ചിട്ടുണ്ടായിരുന്നത്. അന്ന് ഫ്രഞ്ച് വിപ്ലവം നടക്കുമ്പോൾ പ്രധാനമായിട്ടും ഫ്രഞ്ച് ഭരിച്ച രാജാവാണ് ലൂയി 60. ഓക്കെ ആണല്ലോ. ഇവരെന്ന് പറഞ്ഞാൽ പക്കാ ഫ്യൂഡലിസ്റ്റുകളാണ്. ജനങ്ങൾക്കൊന്നും ഒരു സ്വാതന്ത്ര്യം കൊടുക്കാതെ, നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിലൊക്കെ ഡിസ്കസ് ചെയ്തല്ലോ ഫ്യൂഡലിസത്തെ കുറിച്ച്. അത്തരത്തിലുള്ള ഒരു അരാജകത്വ ഭരണം, ഒരു ഡെസ്പോട്ടിക് റൂളാണ് അവിടെ നടന്നിട്ടുണ്ടായിരുന്നത്, ഫ്രാൻസിൽ ഉണ്ടായിരുന്നത്. മാത്രമല്ല ഇവരെന്തായി അറിയോ? ഫ്രഞ്ച് സമൂഹത്തെ ഈ ഒരു 3ആയിട്ട് തരംതിരിച്ചു. ഏതൊക്കെയാണ് 3ആയിട്ട് തരംതിരിക്കുക എന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് എസ്റ്റേറ്റ്, സെക്കൻഡ് എസ്റ്റേറ്റ്, തേർഡ് എസ്റ്റേറ്റ് അല്ലേ? ഒന്നാമത്തെ എസ്റ്റേറ്റിൽ പുരോഹിതന്മാർ, അതായത് ക്ലർജി, ഓലെ വിളിക്കുന്ന വേറെ പേരാണ് കത്തോലിക്ക സഭ അല്ലേ, കത്തോലിക്സ്. രണ്ടാമത്തെ നോബിൾസ്, പ്രഭുക്കന്മാർ. മൂന്നാമത്തെ നമുക്കറിയാം പച്ചപ്പാവങ്ങൾ, സാധാരണക്കാർ. ഏറ്റവും റിച്ച് ആരേക്കാരം, സമൂഹത്തിൽ ഏറ്റവും നല്ല റിച്ച് ആരേക്കാരം, നല്ല പൈസക്കാരേക്കാരം. അപ്പോൾ ആരേക്കാരം? ഒന്നാമത്തെ എസ്റ്റേറ്റ് ക്ലർജീസ്. രണ്ടാമത്തെ എസ്റ്റേറ്റുകാർ അത്യാവശ്യം നല്ല സമ്പന്നരാണ്, നോബിൾസും നല്ല സമ്പന്നർ. രണ്ടാമത്തെ എസ്റ്റേറ്റുകാർ പ്രഭുക്കന്മാർ. മൂന്നാമത്തെ എസ്റ്റേറ്റുകാർ പറഞ്ഞാൽ സാധാരണക്കാരാണ്, ഇൻക്ലൂഡിങ് ക്രാഫ്റ്റ്മാൻ, വർക്കേഴ്സ്, ഫാമേഴ്സ്, അതേപോലെ തന്നെ ഈ പറയപ്പെട്ടുള്ള കോമൺസ് അല്ലേ? ഓലെ വിളിക്കണ പേരാണ് സാധാരണക്കാർ എന്നാണ്. തൊഴിലാളികൾ, കർഷകർ, ഇതേപോലെ കരകൗശല പണിക്കാർ, ഇങ്ങനെയുള്ള ആളുകൾ, മിഡിൽ ക്ലാസ്, മധ്യവർഗം, ഇവരൊക്കെ ഉണ്ടായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ടൊരു എസ്റ്റേറ്റ് ആയിരുന്നു മൂന്നാമത്തെ എസ്റ്റേറ്റ്. നമുക്കപ്പോൾ ഓരോ എസ്റ്റേറ്റിനെ കുറിച്ച് എന്താവുക, സെപ്പറേറ്റ് ആയിട്ടൊന്ന് പഠിച്ചു പോവാം. ആദ്യം മക്കളെ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒന്നാമത്തെ എസ്റ്റേറ്റാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞു, ഒന്നാമത്തെ എസ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ കത്തോലിക് ചേർച്ച് എന്നാണ് പറയുക അല്ലേ? ഇവർ ഭയങ്കര പവർഫുള്ളായിരുന്നു. എന്താ പവർഫുൾ പറഞ്ഞാൽ? നല്ല ശക്തരായിരുന്നു. കാരണം പണം ഉണ്ട്, എന്തിനും കയ്യിൽ എന്തുണ്ട്, പൈസ ഉണ്ട്. അപ്പോൾ ഇഷ്ടം പോലെ ഒരു ആവശ്യമുള്ളതിനൊക്കെ എന്താവുക, പണം ചിലവാക്കാൻ പറ്റും അല്ലേ? മാത്രമല്ല ഇഷ്ടം പോലെ കയ്യിൽ പണം ഉണ്ടായതുകൊണ്ട് തന്നെ ഒരു കുറേ ഭൂമി എന്തായി കൈവശം വെച്ചു. ഉണ്ടോ? ദേ ഓൺ വാസ്റ്റ് ലാൻഡ് അല്ലേ? നമ്മുടെ നാട്ടിലൊക്കെ പൈസക്കാരുടെ അവസ്ഥ എങ്ങനെയൊക്കെയാരും. അടുത്തൊക്കെയും ദേ എക്സംപ്റ്റഡ് ഫ്രം ഓൾ ടാക്സസ്. കണ്ടോ? ഗവൺമെന്റ് ഈ രാജാക്കന്മാരോട് വിലയോട് അത്രയും ബന്ധമാണ് വിൽക്കുക. അതുകൊണ്ട് തന്നെ രാജാക്കന്മാർ അറിഞ്ഞ ഞങ്ങൾക്ക് എന്ത് തരണ്ട, നികുതി ഒന്നും തരേണ്ട ആവശ്യമില്ല. പക്ഷേ നിങ്ങൾ നികുതി പിരിക്കണം. ആരത്തുനിന്ന്? സാധാരണക്കാരെന്ന്. അപ്പോൾ നാട്ടിലെ ഏറ്റവും സമ്പന്നരായിട്ടുള്ള ആൾക്കാരൊന്നും നികുതി കൊടുക്കണം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി എത്രത്തോളം ഇനിക്വാളിറ്റീസ് ആണ് അല്ലേ? അതുകൊണ്ടാണ് ഫ്രഞ്ച് വിപ്ലവത്തിൽ ഒരു ജനങ്ങളെ വിളിച്ച മുദ്രാവാക്യം ഇക്വാളിറ്റി വേണം, സമത്വം വേണമെന്ന് പറഞ്ഞത്. ഓക്കെ ആണല്ലോ. അങ്ങനെ വലിയ സാധാരണക്കാരുടെ എത്തുന്ന എന്താവാണ്, ടാക്സ് വിരിക്കാൻ ശ്രമിക്കുകയാണ്. ഈ ടാക്സ് വിരിക്കുന്ന ഒരു പേരിട്ടു, ഒരു വിരിച്ച ടാക്സിന് തിഥ എന്നാണ് ടാക്സ്. എന്താ പേര് പറഞ്ഞാൽ തിഥ. എന്താ തിഥേൻ്റെ പ്രത്യേകത? ഉൽപ്പന്നം എന്താണോ ഉണ്ടാക്കുന്നത് അതിൻ്റെ ഒരു ഭാഗം. ഇപ്പോൾ 10 ചാക്ക് തക്കാളി ഉണ്ടാക്കുകയാണെങ്കിൽ 10-ൽ 1 ഭാഗം എന്താവണം, ടാക്സ് ആയിട്ട് കൊടുക്കണം. എന്താ മക്കളെ? 10-ൽ 1 എന്ന് പറഞ്ഞാൽ 10 ചാക്ക് തക്കാളി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ 1 ചാക്ക് എന്താവാ, ടാക്സ് ആയിട്ട് കൊടുക്കുക. നോക്കി ദേ കളക്റ്റഡ് എ ടാക്സ് ഫ്രം ദ കോമൺ പീപ്പിൾ. എന്താ അതിനെ വിളിക്കണ പേര് പറഞ്ഞാണ് തിഥ എന്ന നികുതി ആരിൽ നിന്ന് വിരിച്ചു? സാധാരണക്കാരിൽ നിന്ന് വിരിച്ചു. എന്താ നികുതിന്റെ പ്രത്യേകത? 10-ൽ 1 ഭാഗം എന്തായിട്ട് കൊടുക്കേണ്ടിയിരുന്നു? വാസ് പേ ആസ് ടാക്സ്. എന്തായിട്ട് കൊടുക്കണം? നികുതിയായിട്ട്. ഉൽപ്പന്നത്തിന്റെ 10-ൽ 1 ഭാഗം കിട്ടിയോ? അപ്പോൾ ഉൽപ്പന്നവുമായി ബന്ധപ്പെട്ട നികുതിയാണ് തിഥ. പിരിച്ചതാരാണ്? പുരോഹിതന്മാർ. നമ്മുടെ നാട്ടിൽ റിച്ച് ആയിട്ടുള്ള ആൾക്കാർക്ക് എന്തൊക്കെ പ്രത്യേകത ഉണ്ടോ അതൊക്കെ തന്നെയാണ് ഇവരും പ്രത്യേകത. അടുത്ത പ്രത്യേകത ആരാണ്? നോബിൾസ് എന്ന് പറഞ്ഞാലും ഹയസ്റ്റ് പൊസിഷനാണ്, പൈസക്കാരാണ് അല്ലേ? അപ്പോൾ പവർഫുള്ളേക്കാരും ഗവൺമെന്റിലും ആർമിയിലും സൈന്യത്തിലും നല്ല പങ്കുള്ള ആൾക്കാരേക്കാരും ഒക്കെ ആണല്ലോ. പൈസക്കാരായതുകൊണ്ട് തന്നെ ഇവിടെ അതേപോലെ തന്നെ വിശാലമായ ഭൂപ്രദേശം കൈവശം വെച്ചു. നല്ല ബുദ്ധി, നല്ല സമ്പന്നരായതുകൊണ്ട് തന്നെ ലക്സോറിയസ് ലൈഫ്, ആഡംബര ജീവിതം ഉണ്ടായിരുന്നു. 1749 ഒരു നിയമപ്രകാരം രാജാവ് നിങ്ങൾ ഞങ്ങൾക്ക് എന്ത് തരണ്ട, ഒരിക്കലും നികുതി തരണ്ട, നിങ്ങൾ ഒരിക്കലും നികുതി തരണ്ട, എക്സെപ്റ്റഡ് ഓൾ ടാക്സസ്. ഇവര് നികുതി എന്തായി ഒഴിവാക്കി. പക്ഷേ 1749 ഒരു നിയമപ്രകാരം ഈ സാധാരണക്കാർ എന്ത് കൊടുക്കണം? സാധാരണക്കാരിൽ നിന്ന് ഇവർ എന്ത് ചെയ്തു അറിയോ? ഒരു നികുതി പിരിച്ചു. ആ നികുതിയെ നമ്മളെല്ലാവരും വിളിക്കുന്ന പേരാണ് മക്കളെ വോങ്തിയം അല്ലെങ്കിൽ വിങ്തിയം എന്ന് പറയും. കിട്ടിയോ? ഈ നികുതി എന്താ വെച്ചാൽ മറ്റേ തിഥ എന്ന് പറഞ്ഞ ഉൽപ്പന്നത്തിന്റെ 10-ൽ 1 ഭാഗം, ഇതെന്ന് പറഞ്ഞാൽ വരുമാനത്തിന്റെ 20-ൽ 1 ഭാഗം. ഇപ്പൊ എനിക്ക് 20 രൂപ വരുമാനം കിട്ടിയ 1 രൂപ ഞാൻ എന്തായിട്ട് കൊടുക്കണം? ടാക്സ് ആയിട്ട് കൊടുക്കണം. ഇങ്ങനെ ഒരു നികുതി ആയിരുന്നു എന്ത് ഇവർ പിരിച്ചിരുന്നത്. ഇതാണ് പ്രഭുക്കന്മാർ. അപ്പൊ പ്രഭുക്കന്മാരും പുരോഹിതന്മാരും ഈ ഒരു ടാക്സിന്റെ കാര്യത്തിൽ മാത്രം എന്തുള്ളൂ മാറ്റുള്ളൂ, ബാക്കിയൊക്കെ ഒരുപോലെയാണ്. കിട്ടിയോ? അടുത്ത വിഭാഗമാണ് കോമൺസ്. ഓൾറെഡി ഞാൻ പറഞ്ഞു തന്നു. ഒരു കർഷകരും തൊഴിലാളികളൊക്കെ അടങ്ങുന്ന മിഡിൽ ക്ലാസ് അടങ്ങുന്ന ഈ ഭാഗമാണ് കോമൺസ് അല്ലേ? ഓൾറെഡി വിളിക്കണ പേരാണ് സാധാരണക്കാർ.
കോമൺസ്. ഇനി എന്തോലെ പ്രത്യേകത, മറ്റുള്ള ലക്സോറിയസ് ലൈഫ്, ഇവിടെ എന്തേക്കാരം പച്ചപ്പാവങ്ങളല്ലേ, മിസറബിൾ ലൈഫേക്കാരം അല്ലേ. അടുത്ത് നോക്കി, ഫാമേഴ്സ് ഗോട്ട് ഓൺലി എ പോർഷൻ വാട്ട് ദേ പ്രൊഡ്യൂസ്ഡ്. കിട്ടിയോ? ഇങ്ങനെയുള്ള കർഷകർക്ക് എന്താണോ ഒരു ഉൽപ്പാദിപ്പിച്ച് അതിൻ്റെ ഒരു ഭാഗം മാത്രമേ കിട്ടുള്ളൂ. കാരണം എന്താ, നോബിൾസിനൊരു ടാക്സ്, ക്ലർജീസിനൊരു ടാക്സ്, കിങ്സിനൊരു ടാക്സ് അല്ലേ. അപ്പോൾ പോലെ ആർക്കൊക്കെ ടാക്സ് കൊടുത്തത്, ദേ പേ അല്ലേ, പെയ്ഡ് സെവറൽ ടാക്സസ് ടു കിങ്, അതേപോലെ നോബിൾസ് ആൻഡ് ക്ലർജീസ്, അതായത് പുരോഹിതന്മാർക്കും പ്രഭുക്കന്മാർക്കും രാജാക്കന്മാർക്കൊക്കെ ഇഷ്ടം പോലെ എന്ത് ചെയ്ത് കൊടുത്തു, നികുതി കൊടുത്തു. ഇതേപോലെ ആർമിയിൽ വരെ ജോലി ചെയ്തു. എങ്ങനെ ആവശ്യമുണ്ടെങ്കിൽ അതും എങ്ങനെ, ഫ്രീ സർവീസാണ്, സൗജന്യമായിട്ട് എന്തായി ജോലി ചെയ്യാണ്. എവിടെയൊക്കെ, കുറേ റോഡ് ഉണ്ടാക്കാൻ, ഇതേപോലെ കനാലുകൾ ഉണ്ടാക്കാൻ, പാലങ്ങൾ നിർമ്മിക്കാനൊക്കെ എന്തായി സാധാരണക്കാർ അടിമകളെ പോലെ പണിയെടുക്കുകയാണ്. കാര്യം മനസ്സിലായില്ലേ? പണിയെടുത്ത് കഴിഞ്ഞാൽ എന്ത് കൊടുക്കൂല, കൂലി കൊടുക്കൂല. എങ്ങനത്തെ ഒരു അവസ്ഥ. ആ സമയത്താണ് ഫ്രാൻസിൽ ഒരു വിഭാഗം ഉയർന്നു വരുന്നത്, മധ്യവർഗം, മിഡിൽ ക്ലാസ്. ഓ നമ്മൾ വിളിക്കുന്ന പേരാണ് റൈസ് ഓഫ് മിഡിൽ ക്ലാസ്. എന്താ റൈസ് ഓഫ് മിഡിൽ ക്ലാസ് എന്ന് പറഞ്ഞാൽ മധ്യവർഗത്തിന്റെ ഉയർച്ച. എവിടുന്ന മധ്യവർഗം ഉയരുന്നത്? സാധാരണക്കാരുടെ കൂട്ടത്തിൽ നല്ല സമ്പന്നരായിട്ടുള്ള ആളുകൾ ഉണ്ടാവാണ്. എവിടെ? ഫ്രാൻസിൽ. എന്താ സമ്പന്നരായിട്ടുള്ള ആളുകൾ ഉണ്ടാവാനുള്ള കാരണം? ഒന്നാമത്തെ പ്രത്യേകത നമുക്കറിയാം, ഫ്രാൻസിലെ സാധാരണക്കാർ ഇഷ്ടം പോലെ എന്ത് ചെയ്തു, കൃഷി ചെയ്തു. അപ്പൊ കാർഷിക പുരോഗതി ഉണ്ടായി, പ്രോഗ്രസ് ഇൻ അഗ്രികൾച്ചർ. കൃഷി ചെയ്ത ഉൽപ്പന്നങ്ങളൊക്കെ എന്താവും, വല്ല ഫാക്ടറി കൊണ്ടുപോയിട്ട് അത് കുറെ പ്രൊഡക്റ്റ് ആക്കും. ഫാക്ടറി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇൻഡസ്ട്രി കണ്ടോ. അപ്പൊ രണ്ട് മേഖലകൾ ഉഷാറായി. ഏതൊക്കെ? കാർഷിക മേഖലകളും വ്യവസായ മേഖലയിൽ പുരോഗതി ഉണ്ടായി അല്ലേ. അപ്പൊ ആ നാട്ടിൽ കുറേ വ്യവസായശാലകൾ വന്ന അവിടെ കുറേ തൊഴിലാളികൾ വരും, അവിടെ പുതിയ മാർക്കറ്റുകൾ വരും. അങ്ങനെ അവിടെ പുതിയ പുതിയ എന്തുണ്ടായി, ന്യൂ സിറ്റീസ്, പുതിയ പുതിയ നഗരങ്ങൾ ഉയർന്നു വന്നു. ആ രംഗങ്ങനെ ആലോചിക്കിട്ടോ. അങ്ങനെ നഗരങ്ങൾ ഉയർന്നു വന്നപ്പോൾ നഗരങ്ങളിലേക്ക് ജോലി അന്വേഷിച്ചിട്ട് ഒരുപാട് കോമൺസ് സാധാരണക്കാരെന്തായി, സെർച്ച് ന്യൂ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ്, പുതിയ തൊഴിലവസരങ്ങൾ അന്വേഷിച്ചിട്ട് ഒരുപാട് ആൾക്കാർ എന്തായി നഗരങ്ങളിലെത്തി. അങ്ങനെ എന്തായി, ദേ ബിക്കം ദ പാർട്ട് ഓഫ് മിഡിൽ ക്ലാസ്. സാമ്പത്തികമായിട്ട് പോലും ഉയർന്നു. അങ്ങനെ അവരെന്താവുന്നു, മധ്യവർഗത്തിന്റെ ഭാഗമായി. കണ്ടോ? അത്രേ ഉള്ളൂ. എന്തായി, ഫ്രാൻസിൽ നല്ല കാർഷിക ഉൽപ്പാദനം ഉണ്ടായി, ഇൻഡസ്ട്രീസ് ഉഷാറായി. അപ്പോൾ പുതിയ പുതിയ നഗരങ്ങൾ ഉയർന്നു വന്നു. അവിടെ പോയി ജോലി തേടിയവരൊക്കെ എന്തായി, സമ്പന്നരായി. ഓലെ നമ്മൾ വിളിക്കണ ആരാണ്, എന്ത്, മിഡിൽ ക്ലാസ്. അപ്പൊ ആരാണ് മിഡിൽ ക്ലാസ് പറഞ്ഞാണ്? സാധാരണക്കാരുടെ കൂട്ടത്തിൽ നിന്ന് സമ്പന്നരായി വന്ന ആളുകൾ അല്ലേ. അപ്പൊ നമ്മൾ കരുതി മിഡിൽ ക്ലാസ് എന്തേ കാരം, അടിപൊളി റിച്ച് ലൈഫേ കാരം. ഇല്ല മക്കളെ. കാരണം ഓലെന്താവണം, ഗവൺമെന്റിന് എന്ത് കൊടുക്കേണ്ടിയിരുന്നു, ടാക്സ്. പക്ഷെ മിഡിൽ ക്ലാസ് കരുതി നല്ല സമ്പന്നരായ ടാക്സ് ഒന്നും കൊടുക്കണ്ട. പക്ഷെ അപ്പോൾ എന്ത് കൊടുക്കേണ്ടി വന്നിരുന്നു, ടാക്സ് കൊടുക്കേണ്ടി വന്നിരുന്നു എന്നുള്ളൊരു കാര്യങ്ങൾ എല്ലാവരും എന്താവുക, ചിന്തിക്കുക. പക്ഷെ ഇങ്ങനെ മിഡിൽ ക്ലാസ് ഉയർന്നു വന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഫ്രാൻസിലെ മക്കളെ ഇക്കണോമിക് ക്രൈസിസ് ഉണ്ടാവുന്നത്. എന്താ മക്കളെ ഇക്കണോമിക് ക്രൈസിസ് എന്ന് പറഞ്ഞാൽ? നമുക്ക് എല്ലാവർക്കും വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ് ഇക്കണോമിക് ക്രൈസിസ്. സാമ്പത്തിക പ്രതിസന്ധി, സാമ്പത്തിക മേഖലകൾ തകരുകയാണ്. ഇപ്പോൾ മിഡിൽ ക്ലാസ് ഉയരാനുള്ള കാരണം എന്താ? കാർഷിക മേഖലയിലെ പുരോഗതിയല്ലേ. അപ്പോൾ സാമ്പത്തിക മേഖല തകരാനുള്ള കാരണം എന്തേ കാര്യം? കാർഷികോൽപാദനം എന്ത് ചെയ്തു, വേം പറയും കുറഞ്ഞു എന്ന്. 1770 അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ ഇസ് ഡിഗ്രീസസ്. അപ്പൊ എന്തായി, സാധനം കുറഞ്ഞ ഉള്ള സാധനത്തിന്റെ വില എന്താവും, കൂടും. തക്കാളി കണ്ടില്ല, ചിലത് സമയങ്ങളൊക്കെ ഉയർന്ന വിലയേക്കാരും, ഉള്ളിക്കൊക്കെ. അതെന്തുകൊണ്ടാ? സാധനം കുറവാണ്, അപ്പൊ അതിന്റെ വില കൂടും അല്ലേ. കാരണം ആൾക്കാർ ഇന്നാലും വാങ്ങുന്നുള്ള കാര്യം എന്താണ്, ഉറപ്പാണ്. ആ ഒരു പോയിന്റ് നിങ്ങൾ എല്ലാവരും എന്താ മനസ്സിലാക്കുക. അപ്പൊ അങ്ങനെ സാധനങ്ങൾ ഉൽപാദനം കുറഞ്ഞപ്പോൾ സാധനത്തിന് എന്ത് കൂടി, വില കൂടി. എത്ര ശതമാനം കൂടിയത്? 1730 89 അടിയിൽ 60% വില കൂടി. നമ്മളൊന്ന് ആലോചിച്ചോക്കണം. 60% എന്ന് പറഞ്ഞാൽ ആലോചിച്ച് നോക്കി. 100 രൂപ തക്കാളിക്ക് വിലയാണെങ്കിൽ 100ന് 60% കൂടി. അപ്പൊ എത്ര വില കൂടി? 60 കൂടി. അപ്പൊ മൊത്തം 160 റുപ്യ വില. എന്നാൽ വേജ് എത്ര മാത്രമേ കൂടുന്നുള്ളൂ? 22. ഒരാൾക്ക് 100 രൂപ കൂലിയിട്ടുണ്ടെങ്കിൽ 22% കൂലി കൂടിയത്, 22 റുപ്യ കൂടി. ആകെ കിട്ടുന്ന എത്ര രൂപയാണ്? 122 രൂപയാണ്. പക്ഷെ സാധനത്തിന്റെ വില എത്രയാണ്? 160. സാധാരണക്കാരെ കൊണ്ട് കഴിയോ? ഇല്ല. അപ്പൊ ഫ്രഞ്ചിൽ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായ ഒന്നാമത്തെ മേഖലയാണ് കാർഷിക മേഖല. രണ്ടാമത്തെ മേഖലയാണ് മക്കളെ കാറ്റിൽസ്, ലൈഫ് സ്റ്റോക്ക്, കന്നുകാലികൾ. എന്താ കന്നുകാലികൾ ഇതിൽ ആ മേഖല തകരാനുള്ള കാരണം എന്താ? അവിടെ ഫോഡർ, ഭക്ഷ്യക്ഷാമം ഉണ്ടാവുകയാണ്. ഭക്ഷ്യക്ഷാമം, ഫോഡർ എന്ന് പറഞ്ഞാൽ കന്നുകാലികളെ ഭക്ഷ്യം, അതായത് തീറ്റപ്പുല്ലിന് ഇഷ്ടം പോലെ ക്ഷാമം ഉണ്ടാവുക. അപ്പൊ തീറ്റ കിട്ടാതെ കന്നുകാലികളൊക്കെ എന്താവുന്നു, മരണപ്പെടുന്നു. അപ്പൊ അവിടെ മിൽക്ക് ഉണ്ടാവുമോ, മാംസ്യങ്ങൾ ഉണ്ടാവുമോ? ഒന്നും ഉണ്ടാവില്ല. കന്നുകാലികളുടെ സമ്പത്ത് വ്യവസ്ഥ എന്താവുന്നു, തകരുന്നു. ഇതേപോലെ നമ്മളെ ബ്രിട്ടൻ ഉണ്ടല്ലോ, ബ്രിട്ടൻ എന്ത് ചെയ്തു? ദേ സൈൻഡ് എഗ്രിമെന്റ്. ഫ്രാൻസ് ഉണ്ടല്ലോ, ഫ്രാൻസ് ആണല്ലോ നമ്മൾ പഠിക്കുന്നത്. ഫ്രാൻസ് എന്ത് ചെയ്തു? ബ്രിട്ടനുമായിട്ട് ഒരു കരാറിൽ എന്തായി, ഒപ്പുവെച്ചു. ദേ സൈൻഡ് എഗ്രിമെന്റ് വിത്ത് ബ്രിട്ടൻ. ആര്? ഫ്രാൻസ് കേട്ടോ. ഈ ഒരു എഗ്രിമെന്റ് പ്രകാരം ബ്രിട്ടീഷുകാർ പറഞ്ഞു, നിങ്ങൾക്ക് ഞങ്ങൾ സാധനങ്ങൾ ഇറക്കണമെന്നുണ്ടെങ്കിൽ ഇറങ്ങുമ്പോൾ ടാക്സ് എന്താവണം, കുറക്കണം. അപ്പോൾ ടാക്സ് കുറഞ്ഞ സാധനത്തിന് വില കുറയും അല്ലേ. ബ്രിട്ടൻ്റെ ഇഷ്ടം പോലെ സാധനങ്ങൾ എവിടെ എത്തി മക്കളെ? ഫ്രാൻസിലെത്തി. ഇനി എന്താ സംഭവിക്കുക? ഫ്രാൻസിലത്തെ ആൾക്കാരെ ജോലി നഷ്ടപ്പെടൂല. കാരണം എന്താ? ഉള്ള വില കുറഞ്ഞ സാധനങ്ങളൊക്കെ വില കുറഞ്ഞ രീതിയിൽ ആര് വിൽക്കുകയാണ്? ബ്രിട്ടീഷുകാർ വിൽക്കുക. ഫ്രാൻസിലത്തെ മൺപാത്രത്തിന്റെ വില 300 റുപ്യ, ബ്രിട്ടന്റെ മൺപാത്രത്തിന്റെ വില 100 രൂപ. ആൾക്കാരതല്ലേ വാങ്ങുള്ളൂ. അപ്പോൾ ഫ്രാൻസിലും മധ്യവർഗത്തിൽപ്പെട്ട ഒരുപാട് ആൾക്കാർ എന്തായി, ആർട്ടിഷ്യൻസ് ഒക്കെ അൺഎംപ്ലോയിഡ് ആവുകയാണ്. ഇങ്ങനെയുള്ള ഒരു സംഭവങ്ങളൊക്കെ എന്താവുക, നിങ്ങൾ മനസ്സിലാക്കുക. നോക്കി, ആ എഗ്രിമെന്റ് സൈൻ ചെയ്തപ്പോൾ
ഫ്രഞ്ച് മാർക്കറ്റ് ഫ്ലഡഡ് വിത്ത് ബ്രിട്ടീഷ് പ്രൊഡക്റ്റ്. ബ്രിട്ടന്റെ ഉൽപ്പന്നങ്ങൾ ഫ്രഞ്ചിലെ മാർക്കറ്റുകൾ എന്താവാണ്, നിറയാണ്. കണ്ടോ, അങ്ങനെ അവിടെ എന്തുണ്ടാവുന്നു, ആ മേഖലകളും തകർന്നു. അതേപോലെ അപ്പോഴും സാമ്പത്തിക പ്രതിസന്ധി, ഷോർട്ടേജ് ഓഫ് ഓർഡർ, കാലിത്തീറ്റന്റെ കാര്യം എന്താവുക, എല്ലാവരും മനസ്സിലാക്കി വെക്കുക. ഇനി ഇങ്ങനെയൊക്കെ ആയപ്പോൾ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിട്ടും ഫ്രഞ്ചിലെ സാധാരണക്കാരൊന്നും സമരം നടത്തുന്നില്ല. അപ്പൊ സാധാരണക്കാർ സമരം നടത്താൻ വേണ്ടിയിട്ട് കുറേ ചിന്തകന്മാർ വന്നു. 3 ചിന്തകന്മാർ. ഒന്നാമത്തെ ആളെ പേര് റൂസോ, അതുപോലെ വോൾട്ടയർ, മൊണ്ടസ്ക്യൂ. എത്ര ആൾക്കാരുണ്ട്? 3. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ റിസു എന്ന് പറയുന്ന കുട്ടി, അല്ലെ റസ എന്ന് പറയുന്ന കുട്ടി ടയർ ഉരുട്ടാണ്, വട്ടത്തിലുള്ള ടയർ. കിട്ടിയോ? മണ്ടനാണ് അല്ലേ? ടയർ ഉരുട്ടി ഇങ്ങനെ നടക്കുന്നത് കിട്ടിയോ? അപ്പൊ റൂസോ, വോൾട്ടയർ, മൊണ്ടസ്ക്യൂ. റൂസോ, റസ, റൂസോ, ടയർ ഉരുട്ടി, വോൾട്ടയർ അല്ലേ, എന്താ മണ്ടൻ, മൊണ്ടസ്ക്യൂ. എത്ര ആൾക്കാരായി? 3 ആൾക്കാർ. ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നു റൂസോ. റൂസോ പറഞ്ഞാൽ എന്താണ് അറിയോ? ഗുഡ് ലോസ് ക്രിയേറ്റഡ് ഗുഡ് സിറ്റിസൺ. നല്ല നിയമങ്ങൾ എന്താവും, നല്ല മനുഷ്യന്മാരുണ്ടാക്കും. ഇതായിട്ട് നല്ല നിയമമാണ്, നല്ല കുറ്റങ്ങളൊന്നും ഇല്ലാതൊക്കെ. അതാണ് അതിന്റെ അർത്ഥം. മനസ്സിലായല്ലോ? ഇതേപോലെ റൂസോ എന്ത് ചെയ്തു? അവിടെ ഫ്രഞ്ചിൽ നിലവിലുള്ള ഭരണത്തെ എതിർത്തു. എക്സിസ്റ്റിംഗ് പവേഴ്സ്, അതായത് ലൂയി 16 പൂർണ്ണ രാജവംശത്തേക്ക് എതിർത്തു. എന്നിട്ട് റൂസോ പറയണേ, ഫ്രഞ്ചിലെ എല്ലാ മനുഷ്യന്മാരും സ്വതന്ത്രനായിട്ടാണ് ജനിക്കണേ. പക്ഷെ എല്ലായിടത്തും ചെങ്ങലകളില്ല. കാരണം എവിടെ എന്തില്ല, ചെങ്ങലാണൊക്കെ ചെങ്ങല ഇട്ട് ഇങ്ങനെ നടക്കില്ല. എല്ലായിടത്തും എന്തില്ല, ജനങ്ങൾക്ക് എന്തില്ല, സ്വാതന്ത്ര്യം ഇല്ല. കിട്ടിയോ? അതായത് മെൻ ആർ ബോൺ ഇൻ ഫ്രീ ബട്ട് എവരിവെയർ ഹി ഈസ് ഇൻ ചെയിൻസ്. മനുഷ്യൻ എന്താവുന്നു, സ്വതന്ത്രനായിട്ട് ജനിക്കുകയാണ്, പക്ഷെ ഒരു സ്ഥലത്തും അയാൾക്ക് എന്തില്ല, സ്വാതന്ത്ര്യം. എക്സാമിന് ചിലപ്പോൾ ചോദിക്കും, ഇത് പറഞ്ഞത് ആരാ പറഞ്ഞാണ് റൂസോ. അത്ര മാത്രം അതിൽ എന്താവുക, മനസ്സിലാക്കി വെക്കുക. അടുത്ത ആളെ പേര് നമ്മളെ സ്വന്തം വോൾട്ടയർ. ടയർ ഉറ്റി അടുക്കണ കാക്ക. വോൾട്ടയറിന്റെ പ്രത്യേകം എന്താ വെച്ചാൽ എന്നെ പോലെയാണ്, നല്ല ചരിത്രകാരനാണ്, ഹിസ്റ്റോറിയനാണ്, തത്വചിന്തകനാണ്, ഫിലോസഫറാണ്. കിട്ടിയോ? ഇയാളെല്ലാവരും എന്തായി, നല്ലോണം എതിർത്തു. പ്രത്യേകിച്ച് ഇയാൾ ആരെ എതിർത്തു? ഓപ്പോസിറ്റ് ദ ക്ലർജീസ്, നമ്മളെ പുരോഹിതന്മാരെ, പ്രഭുക്കന്മാരൊക്കെ എതിർത്തു. ഇയാൾ വല്ലാതെ എഴുതിങ്ങാണ്ട് എതിർക്കുക. എന്തേലും എഴുതും. എന്നിട്ട് പുരോഹിതന്മാരെ നല്ലോണം പച്ചക്ക് തിന്നിട്ട് എന്തോ ന്യൂസിലൊക്കെ വരുമ്പോൾ പുരോഹിതന്മാർക്ക് ഗതികേടാവൂലേ? അപ്പം എന്താ അറിയോ? ഹി വർ എക്സ്പെൽഡ് ഫ്രം ഫ്രാൻസ് ഇയാളെന്തായി, ഡിസ്മിസ് ചെയ്തു, പുറത്താക്കി. ഓക്കെ ആണല്ലോ. എന്നിട്ടും നമ്മളെ വോൾട്ടയർ എന്ത് ചെയ്തു? അയാളെ ആർട്ടിക്കിൾസിലൂടെയൊക്കെ അവിടെ ഫ്രഞ്ച് ഭരിക്കുന്ന ബൂർബൻ രാജവംശത്തെ എതിർത്തു. ആളെ പേരാണ് വോൾട്ടയർ. അപ്പോൾ വോൾട്ടയറിന്റെ കാര്യങ്ങൾ മനസ്സിലായില്ലേ? വോൾട്ടയറിന്റെ ഫിലോസഫറാണ്, ഹിസ്റ്റോറിയനാണ്. മറ്റുള്ള കാര്യങ്ങൾ എന്താവാ ചിന്തിക്കുക. അടുത്ത മുത്ത് ആരെ പേര് പറഞ്ഞാണ്? മൊണ്ടസ്ക്യൂ. എന്താ മൊണ്ടസ്ക്യൂവിന്റെ പ്രത്യേകത? മൊണ്ടസ്ക്യൂ എന്ന് പറഞ്ഞാൽ സഭയുടെ ദൂഷ്യങ്ങളെ എതിർത്ത ആള്, അതായത് എവിൽസ് ഓഫ് ദ ചർച്ച്. കിട്ടിയോ? അതായത് സഭയുടെ ദൂഷ്യങ്ങളെ എതിർത്തു. അതായത് കത്തോലിക് ചർച്ചൊക്കെ അല്ലേ, ഒന്നാമത്തെ സ്റ്റേറ്റില്ലേ ഒരുപാട് തെറ്റിയതില്ലേ, അതിനെതിർത്തു. അടുത്ത് നോക്കി അഡ്വക്കേറ്റ് ലിമിറ്റഡ് മൊണാർക്കി. രാജഭവനം കുഴപ്പമൊന്നുമില്ല, പക്ഷേ അതിനെന്ത് വേണം, ഒരു നിയന്ത്രണം ഉണ്ടാവണം എന്ന് പറഞ്ഞു. ഓക്കെ ആണല്ലോ. എന്നിട്ട് ഇയാൾ പറയാണ് ഗവൺമെന്റിനെ 3 തരംതിരിക്കണം. എത്രയായിട്ട്? 3. ഒന്ന് ലെജിസ്ലേഷൻ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി. അതായത് നിയമനിർമ്മാണം, കാര്യനിർവഹണം, നീതിന്യായം. നമ്മൾ കോടതി പറയും അല്ലേ, ഇതേപോലെ പോലീസുകാർ പറയും, ഇതേപോലെ നിയമസഭ പറയും. നിയമസഭ പറഞ്ഞാൽ ലെജിസ്ലേഷൻ, കാര്യനിർവഹണം പറഞ്ഞാൽ പോലീസുകാർ, ടീച്ചേഴ്സ്, ബാങ്കേഴ്സ്, നാട്ടിൽ ഗവൺമെന്റ് ജോലി ചെയ്യുന്ന ആൾക്കാരൊക്കെ. നീതിന്യായം പറഞ്ഞാൽ കോടതികൾ, ലെജിസ്ലേഷൻ, ജുഡീഷ്യറി എന്ന കോടതികൾ. ഓക്കെ ആണല്ലോ. ഇയാളുടെയൊക്കെ ഒരു നിയമമാണ് മക്കളെ സ്പിരിറ്റ് ഓഫ് ലോ. ഇയാളങ്ങോട്ട് നോക്കി കണ്ടോ, ഇയാളെ കണ്ടിട്ട് തന്നെ ഒരു സ്പിരിറ്റ് ഉള്ള പോലെ തോന്നുന്നില്ലേ? അതെ. അപ്പൊ സ്പിരിറ്റ് ഓഫ് ലോ ഉണ്ടാക്കിയതാരാ? മൊണ്ടസ്ക്യൂ. മണ്ടന്മാർ പറഞ്ഞിട്ട് കാര്യമില്ല, ഒന്ന് കച്ചറോടിക്കൊണ്ട് കിട്ടിയുണ്ടല്ലോ, നല്ല തരിപ്പ കിട്ടിയിട്ടൊന്നുമില്ല, ഞാൻ പറയാം, നല്ല സ്പിരിറ്റ് കാരം. ഓക്കെ ആണല്ലോ. അപ്പോൾ അതെല്ലാവരും എന്താവുക, മനസ്സിൽ കരുതുക. ഇനി നമ്മൾ പഠിക്കാനുള്ളത് ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് എസ്റ്റേറ്റ് ജനറൽ. മക്കളെ, എന്താണ് എസ്റ്റേറ്റ് ജനറൽ എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഫ്രഞ്ചിൽ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാവുകയാണ് അല്ലേ. അപ്പോൾ ലൂയി 16 ഡിസൈഡഡ് ടു ഇൻക്രീസിങ് ദ ടാക്സ്. ലൂയി 16 ടാക്സ് കൂട്ടാൻ തീരുമാനിച്ചു. അങ്ങനെ അയാൾ എന്ത് ചെയ്താൽ അറിയോ, സ്റ്റേറ്റ് ജനറൽ വിളിച്ചു ചേർക്കുകയാണ്. എന്താ വിളിച്ചു ചേർക്കുന്നത്? സ്റ്റേറ്റ് ജനറൽ വിളിച്ചു ചേർക്കുകയാണ്. എന്താണ് സ്റ്റേറ്റ് ജനറൽ? കാര്യമായിട്ട് നമുക്ക് സംസാരിക്കാനുള്ളത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. സ്റ്റേറ്റ് ജനറൽ എന്ന് പറഞ്ഞാൽ ഒരു നിയമസഭയാണ്. ആ നിയമസഭയ്ക്കാണ് ലൂയി 16 1, 2, 3 എസ്റ്റേറ്റുകാരെ വിളിക്കുന്നത്. കാരണം ഈ 3 എസ്റ്റേറ്റുമാരെ കൂടിയിട്ടുള്ള ഒരു നിയമസഭയാണ് സ്റ്റേറ്റ് ജനറൽ. ഓക്കെ ആണല്ലോ. ഈ സ്റ്റേറ്റ് ജനറൽ ലൂയി 16 വിളിച്ചു ചേർത്തു. ഇത് നമ്മൾ വിളിക്കുന്ന പേരാണ് എസ്റ്റേറ്റ് ജനറൽ. കിട്ടിയോ? നോക്കി, ലൂയി 16 എന്ത് കൂട്ടി? ടു ഇൻക്രീസ് ദ ടാക്സ് കൂട്ടാൻ തീരുമാനിച്ചു. അതിന് വേണ്ടിയിട്ട് അയാൾ എന്ത് വിളിച്ചു ചേർത്തു? സ്റ്റേറ്റ് ജനറൽ. എത്ര വർഷത്തിന് ശേഷം? 175 വർഷത്തിന് ശേഷം. അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് എസ്റ്റേറ്റ് ജനറൽ. കാരണം 1, 2, 3 എസ്റ്റേറ്റുകാർ ഒപ്പം വരികയാണ്. അതാണ് എസ്റ്റേറ്റ് ജനറൽ. കിട്ടിയോ? ഇതാണ് കാര്യമായിട്ട് എന്താവേണ്ടത്, മനസ്സിലാക്കേണ്ടത്. നോക്കി, അതിൽ അംഗങ്ങളെ എണ്ണൊക്കെ നോക്കുക കേട്ടോ. നോക്കി, സാധാരണക്കാർ എത്ര? വെറും 621. പ്രഭുക്കന്മാർ 308, പുരോഹിതന്മാർ 285. തോന
ആരാണ്? സാധാരണക്കാരാണ്. ബാക്കിയൊക്കെ പ്രഭുക്കന്മാരും പുരോഹിതന്മാരും. ഒന്നും രണ്ട് എസ്റ്റേറ്റുകാർ കൂടിയാലും ആരിലേക്ക് എത്തൂല? മൂന്നാമത്തെ എസ്റ്റേറ്റിലേക്ക് എത്തൂല. ഇവിടെ പവർ സത്യത്തിലാർക്കാണ്? കോമൺസിനാണ്. പക്ഷെ അവിടെ ഒരു പ്രശ്നം നടക്കുകയാണ്. മൂന്നാമത്തെ എസ്റ്റേറ്റുകാർ പറഞ്ഞു എല്ലാ എസ്റ്റേറ്റും ഒരുമിച്ചാണ്ട് കൂടണം, അല്ലാതെ ഒന്നാമത്തെ എസ്റ്റേറ്റ് ഒരു ഹാളിൽ, രണ്ടാമത്തെ എസ്റ്റേറ്റ് വേറൊരു ഹാളിൽ, മൂന്നാമത്തെ എസ്റ്റേറ്റ് വേറൊരു ഹാളിൽ, അത് പറ്റൂല എന്ന് പറഞ്ഞു. അതെന്നാ ഒരു ഡിമാൻഡ് ചെയ്തത് അറിയോ? ആ വർഷം കൂടി നിങ്ങൾ എന്താവണം അറിയോ? പഠിക്കണം എന്നാണ്. 1789 ജൂൺ മാസമാണ്, മഴ പെയ്യണ മാസം കേട്ടോ. എങ്ങനെ പഠിക്കുക? ഫ്രഞ്ച് വിപ്ലവം നടന്ന വർഷം 1789. സിമ്പിളായിട്ട് പറഞ്ഞുതരാം. 1000 നമുക്ക് എല്ലാവർക്കും അറിയാം, 7 8 9 കൂടി കൂടി പോവാണ് അല്ലേ? അത്ര മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ ഫ്രഞ്ചിൽ ട്രഡീഷണലി ഓൾ എസ്റ്റേറ്റ് അല്ല, ഈച്ച് എസ്റ്റേറ്റ് മെറ്റ് സെപ്പറേറ്റ്ലി. പക്ഷെ മൂന്നാമത്തെ എസ്റ്റേറ്റ് അവർ പറയാണ് എല്ലാ എസ്റ്റേറ്റുകളും എന്താവണം? ഒരുമിച്ച് എന്താവണം? കൂടണം, ടുഗദർ എന്ന് പറയാണ്. അപ്പോൾ 1-2 എസ്റ്റേറ്റുകാർ എന്തായി? ദേ ഓപ്പോസിറ്റ് ഇറ്റ്, അത് പറ്റൂല, നടക്കൂല എന്ന് പറഞ്ഞു. ആ സമയത്ത് മൂന്നാമത്തെ എസ്റ്റേറ്റുകാർ പറയാ ഞങ്ങളാണ് ഫ്രഞ്ചിലെ ദേശീയ അസംബ്ലി എന്ന് പറഞ്ഞത് 1789. വർഷം പറഞ്ഞു നീനു, മാസം ഞാൻ പറഞ്ഞു നീനു, ഡേറ്റ് കിട്ടാത്ത എന്ന് പറഞ്ഞാണ് 17-ാം തീയതി, ജൂൺ 17-ാം തീയതി. നല്ല മഴക്കാലാണ് അല്ലേ? ഓല് ഈ പറയപ്പെട്ട സഭൻ്റെ ഉള്ളിൽ, അതായത് എസ്റ്റേറ്റ് ജനറലിൻ്റെ ഉള്ളിൽ വിളിച്ചു പറയാണ് വി ആർ ദ നാഷണൽ അസംബ്ലി, ഞങ്ങളാണ് ഫ്രഞ്ചിലെ ദേശീയ അസംബ്ലി. ആര് പറയണത്? മൂന്നാമത്തെ എസ്റ്റേറ്റുകാർ. അപ്പം ഇനി മുതൽ നമുക്ക് മൂന്നാമത്തെ എസ്റ്റേറ്റുകാരെ ഒരു പേരിട്ട് വിളിക്കുക. എന്താ വിളിക്കുക? നാഷണൽ അസംബ്ലി ഓഫ് ഫ്രാൻസ്. ഫ്രാൻസിലെ ദേശീയ അസംബ്ലിയാണ്. എത്രാമത്തെ സ്റ്റേറ്റ്? മൂന്നാമത്തെ സ്റ്റേറ്റ്. എന്നിട്ട് ഈ മൂന്നാമത്തെ സ്റ്റേറ്റുകാർ എന്താ ചെയ്യണത് അറിയാം മക്കളെ? ഓല അതിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് പ്രൊട്ടസ്റ്റ് ചെയ്യാണ്. അപ്പോൾ മൂന്നാമത്തെ സ്റ്റേറ്റുകാർ അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്താക്കിയപ്പോൾ മൂന്നാമത്തെ സ്റ്റേറ്റുകാർ എന്ത് ചെയ്ത് അറിയോ? ഒരു പ്രത്യേക സ്ഥലത്ത് ഒരുമിച്ച് കൂടുക. എത്ര ദിവസം കഴിഞ്ഞിട്ട്? 3 ദിവസം കഴിഞ്ഞിട്ട്. അപ്പോൾ ജൂൺ 17, 3 ദിവസം കഴിഞ്ഞ് പറഞ്ഞാൽ ജൂൺ 20, 1789 ഓലെന്തായി? മഴ കൊള്ളാത്തൊരു സ്ഥലം ഒരു സംഘടിപ്പിക്കുക. ആ സ്ഥലം നോക്കി ഇതേപോലെ ഇങ്ങോട്ട് നോക്കി, ഇങ്ങോട്ട് നോക്കി ഇതെന്താ സാധനം എന്ന് പറഞ്ഞു തന്നാണ് ടെന്നീസ് കോർട്ട് അല്ലേ? അപ്പോൾ എല്ലാവരും അവിടെ ഒരുമിച്ച് കൂടി, ടെന്നീസ് കോർട്ടിൽ ഒരുമിച്ച് കൂടി. എന്നിട്ട് ഓല് പ്രഖ്യാപിക്കുകയാണ് എന്ത്? ദേ വുഡിൻ്റെ ലീവ്. ഓല് ഒരിക്കലും എന്താവില്ല, അവിടെ വിട്ടു പോവില്ല. എപ്പോ? അണ്ടിൽ ദേ ഫ്രെയിംഡ് എ കോൺസ്റ്റിറ്റ്യൂഷൻ ഫോർ ഫ്രാൻസ്. എന്നാണോ ഒരു ഫ്രഞ്ചിന് ഭരണഘടന ഉണ്ടാക്കുന്നത് അന്ന് വരെ അവരാരും ടെന്നീസ് കോർട്ട് വിട്ടു പോവില്ല എന്നെന്തായി? അവര് പ്രതിജ്ഞ ചെയ്യാണ്, പ്രഖ്യാപിക്കുകയാണ്. ഇത് നമ്മൾ വിളിക്കുന്ന പേരാണ് ടെന്നീസ് കോർട്ട് ഓത്ത്. അപ്പോൾ മക്കളെ എന്താണ് ടെന്നീസ് കോർട്ട് ഓത്ത് എന്ന് ചോദിച്ചാൽ സിമ്പിളായിട്ട് മനസ്സിലാക്കുക. എസ്റ്റേറ്റ് ജനറൽ നടക്കുകയാണ്. എസ്റ്റേറ്റ് ജനറൽ നടന്നപ്പോൾ എന്തായി? മൂന്നാമത്തെ എസ്റ്റേറ്റുകാർ ഒരു കാര്യം ഡിമാൻഡ് ചെയ്തു, അതാരും അംഗീകരിച്ചില്ല. അപ്പോൾ മൂന്നാമത്തെ എസ്റ്റേറ്റുകാർ പറഞ്ഞു ജൂൺ 17 ഞങ്ങളാണ് ഫ്രഞ്ചിലെ ദേശീയ അസംബ്ലി, ഞങ്ങൾ പറഞ്ഞത് മാത്രമേ കേൾക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അല്ലേ? അപ്പോൾ അതാരും കേൾക്കുന്നില്ല. ആ സമയത്ത് മൂന്നാമത്തെ എസ്റ്റേറ്റുകാർ ടെന്നീസ് കോർട്ടിൽ ഒരുമിച്ച് കൂടിയിട്ട് പറയാണ് ഫ്രഞ്ചിന് എന്തുണ്ടാവണം? ഭരണഘടന. അതുകൊണ്ടാണ് ഫ്രഞ്ചിലെ അവസ്ഥ ഇങ്ങനെ. അപ്പോൾ ആദ്യം ഭരണഘടന വേണം, അതുണ്ടാവുന്നത് വരെ ഞങ്ങൾ ആരും ടെന്നീസ് കോർട്ട് വിട്ടു പോകില്ല. അതിന് വിളിക്കുന്നവരാണ് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ. സെറ്റല്ലേ? ഇനിയൊരു പ്രധാനപ്പെട്ട ഇൻസിഡന്റ് ഉണ്ടാവുക. എന്ത് വെച്ചാൽ നമ്മൾ ചിന്തകന്മാരുടെ സ്വാധീനം പറയുമ്പോൾ നമ്മൾ പറയേണ്ട ഒരു കാര്യം, ഫിസിയോക്രാറ്റുകൾ. 2 ഫിസിയോക്രാറ്റുകൾ ഉണ്ട്, ടർബോ ഉണ്ട്, നെക്കർ ഉണ്ട്. ടർബോന്റെ കാർ ഉണ്ടെങ്കിൽ അതിനകത്ത് നിക്കർ ഇട്ട് വന്നു എന്ന് ആലോചിച്ചാൽ മതി. അപ്പോൾ 2 ആൾക്കാരെ പേരിട്ട് ടർബോ ഉണ്ട്, നെക്കർ ഉണ്ട്. ലൂയിസ് 16 ആദ്യത്തെ അഡ്വൈസറാണ് ടർബോ. ടർബോനെ പുറത്താക്കി. ഇനി ഒരുത്തനും കൂടി വന്നു. ആരാ? നെക്കറിനെ ആര് പുറത്താക്കി? ലൂയിസ് 16 പുറത്താക്കി. പക്ഷേ ഈ ന്യൂസ് വൈഡ് സ്പ്രെഡ് ആവണം, ആകെ വ്യാപിക്കാണ് ഈ ന്യൂസ്. ആകെ വ്യാപിച്ചപ്പോൾ എന്തായി? ആകെ വ്യാപിച്ചപ്പോൾ ജനങ്ങളെല്ലാവരും പോണേ എങ്ങോട്ട്? പീപ്പിൾ എന്താവുന്നു? നേരെ ജനങ്ങൾ എന്താവുന്നു? സമരം നടത്തുന്നു. എവിടുക്കെ സമരം നടത്തുന്ന അറിയോ? പാരീസിലെ നഗരങ്ങളിലേക്ക് ജനങ്ങൾ എന്താവുന്നു? സമരം നടത്തുന്നു. പിന്നീട് അവർ നേരെ പോയിട്ട് ബാസ്റ്റിയൻ ജയിലുണ്ട്, ബൂർബൻ രാജാക്കന്മാർ ജനങ്ങളെ മുഴുവനും എന്താവുന്ന അറസ്റ്റ് ചെയ്യുന്ന ജയിലാണ് ബാസ്റ്റിയൻ ജയിൽ. അതിൽ കൊണ്ടുപോയിട്ട് ജനങ്ങൾ ഇടും ഇല്ലേ? അപ്പോൾ ഇവരെന്ത് ചെയ്തു അറിയോ? ഈ ജനങ്ങൾ നേരെ ബാസ്റ്റിയൻ ജയിൽ പോയിട്ട് അതാണ് തകർത്തു. ഇനി ജയിലിടാൻ കഴിയൂല. ഇത്ര സെറ്റപ്പ് പരിപാടിയാണ്. അത് നമ്മൾ വിളിക്കുന്ന പേരാണ് ഫാൾ ഓഫ് ബാസ്റ്റിയൻ. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ തുടക്കമായിട്ട് കണക്കാക്കും. ഒന്ന് നോക്കി ഉണ്ടോ? ലൂയിസ് 16 ആരെ പുറത്താക്കി? നെക്കറിനെ പുറത്താക്കി. കിട്ടിയോ? നെക്കറിനോട് പറഞ്ഞു പാരീസ് വിട്ട് പോകാൻ വേണ്ടിയിട്ട്. മനസ്സിലായല്ലോ? ഇതെന്ത് ചെയ്തു അറിയോ? ജനങ്ങൾ ഒന്നായിട്ട് എന്ത് ചെയ്തു? പാരീസ് നഗരത്തിലേക്ക് വന്ന അവിടുത്തെ ബേക്കറികളും ധാന്യപ്പുരകളൊക്കെ എന്തായി? ആക്രമിച്ചു. അങ്ങനെ ജൂൺ കഴിഞ്ഞു. ഏതാ മാസം പറഞ്ഞാണ്? ജൂലൈ 14 കേട്ടോ. ജൂലൈ 14. നിങ്ങൾ പല ആൾക്കാരും പ്രായം 14 അല്ലേ? വർഷങ്ങൾക്ക് അറിയാം, ഓൾറെഡി അറിയാം. ഓലെന്ത് തകർത്തു? ബാസ്റ്റിയൻ പ്രിസൺ തകർത്തു. കണ്ടോ? അതാ പറഞ്ഞത് സിംബൽ ഓഫ് ബൂർബൻ ഡൈനാസ്റ്റി. ബൂർബൻ രാജാക്കന്മാരെ പ്രധാനപ്പെട്ട ഒരു സിംബല, പ്രതീകമായിരുന്നു ബാസ്റ്റിയൻ ജയിൽ. തീർത്ഥം കിട്ടിയോ? യെസ്. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ബാസ്റ്റിയൻ ജയിലിന്റെ തകർച്ച. ഇതോട് കൂടിയിട്ടാണ് എന്ത് തുടങ്ങുന്നത്? ഫ്രഞ്ച് വിപ്ലവം. അപ്പൊ ചോദിക്കൂട്ടോ, ഫ്രഞ്ച് വിപ്ലവത്തിന്റെ തുടക്കം ഏത് പേരിൽ അറിയപ്പെടുന്നു? എക്സ്പ്ലെയിൻ. ദ ബിഗിനിങ് ഓഫ് ദ ഫ്രഞ്ച് റവല്യൂഷൻ ഇസ് നോൺ ആസ് ദ ഫാൾ ഓഫ് ബാസ്റ്റിയൻ. ബാസ്റ്റിയന്റെ പതനമാണ് എന്ത്? ഫ്രഞ്ച് വിപ്ലവത്തിന്റെ തുടക്കം. ഇത് നടന്ന 1789 ജൂണിലല്ല, ജൂലൈ 14 അല്ലേ?
എന്താ കാരണം നെക്കറെ പുറത്താക്കി. ഈ കാര്യങ്ങളൊക്കെ എൻ്റെ മക്കളെന്താവുക അടിപൊളിയായിട്ട് എക്സാമിന് പഠിച്ചു പോവുക. അങ്ങനെ എന്തായി നെക്കറിനെ പുറത്താക്കി ജയിലൊക്കെ തകർത്തു. രാജാവ് പറഞ്ഞ കാര്യം ജനങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ, അതായത് ജനങ്ങൾ പറഞ്ഞ എത്രാമത്തെ സ്റ്റേറ്റുകാർ 3 ഓലെ വിളിക്കുന്ന പേരെന്താ നാഷണൽ അസംബ്ലി, ദേശീയ അസംബ്ലി. ഓല് പറഞ്ഞ കാര്യങ്ങൾ രാജാവ് അംഗീകരിക്കുകയാണ്. കിട്ടിയോ? അങ്ങനെ ദേശീയ സഭ കുറേ നിയമങ്ങൾ എന്തായി നടപ്പിലാക്കി. ഒന്ന് എന്ത് നിരോധിക്കണം? അടിമത്തം. അപ്പൊ അവിടെ എന്ത് നിരോധിച്ചു? അടിമത്തം നിരോധിച്ചു. ഇതേപോലെ നമ്മളെ നോബിൾസ് ഉണ്ട് അല്ലെ, പ്രഭുക്കന്മാർ, ഓർക്ക് കുറച്ച് അധികാരം കൂടുതലേനി, അതും എന്താവണം നിരോധിക്കണം, അതും നിരോധിച്ചു. ഇതേപോലെ നമ്മളെ കത്തോലിക് സഭ ഉണ്ടല്ലോ, കത്തോലിക് ചർച്ച്, അതായത് പുരോഹിതന്മാർ ഒന്നാമത്തെ സ്റ്റേറ്റുകാർ, ഓലും കുറെ ടാക്സ് വാങ്ങിനല്ലോ, അതും നിരോധിക്കണം പറഞ്ഞു, അതും നിരോധിച്ചു. ഇതേപോലെ എന്തായി ചില സമയത്ത് അധികമായിട്ട് നികുതി കൊടുക്കേണ്ടി വരും, അതും ജനങ്ങൾ എന്തായി നിരോധിക്കാൻ പറഞ്ഞു, അതും നിരോധിച്ചു. ഇതൊക്കെ ബാസ്റ്റ്യൻ ജയിലിന്റെ പതനത്തിന് ശേഷം ലൂയി 16 ചെയ്ത കാര്യങ്ങളാണ്. ഇനി അടുത്തായിട്ട് പറയാനുള്ളത് വുമൻസ് ആൻഡ് ദ ഫ്രഞ്ച് റവല്യൂഷൻ, സ്ത്രീകളും ഫ്രഞ്ച് വിപ്ലവം. എന്താ മക്കളെ സ്ത്രീകളും ഫ്രഞ്ച് വിപ്ലവം പറഞ്ഞാൽ? ഫ്രഞ്ച് വിപ്ലവത്തിൽ പുരുഷന്മാർ മാത്രമല്ല പോരാടിയത്, ആരും പോരാടിയിട്ടുണ്ട്? സ്ത്രീകൾ പോരാനുള്ള കാരണം എന്താണെന്ന് അറിയോ? ഫുഡ് ഷോർട്ടേജ് ഉണ്ടാകണം. ഫ്രഞ്ചിലാകെ ഭക്ഷ്യക്ഷാമം ഉണ്ടാവണം മക്കളെ. ഫ്രഞ്ചിലാകെ ഭക്ഷ്യക്ഷാമം ഉണ്ടായപ്പോൾ സ്ത്രീകൾ ഒന്നായിട്ട് വേഴ്സായ്സ് പാലസിലേക്ക് മാർച്ച് നടത്തുകയാണ്. മാർച്ച് നടത്തിയത് രാജാവിനെയും അതേപോലെ ഫാമിലിയെയും പാരീസിലേക്ക് നിർബന്ധിച്ചു കൊണ്ട് എന്ത് ചെയ്യുന്നു കൊണ്ടുവരുന്നു. അങ്ങനെ സ്ത്രീകൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ രാജാവ് എന്താവുന്നു അംഗീകരിക്കുന്നു. അവസാനമായിട്ട് ഫ്രാൻസിന് എന്ത് കിട്ടുന്നു? സ്വാതന്ത്ര്യം കിട്ടുന്നു. അങ്ങനെ ബൂർബൻ രാജവംശം ഇല്ലാതാവുന്നു. ദേശീയ അസംബ്ലി ഫ്രഞ്ചിൽ എന്താവുന്നു ഭരണത്തിൽ വരുന്നു. നോക്കിക്കോ എന്താണ് സ്ത്രീകൾ കാട്ടി കണ്ടോ? ഫുഡ് ഷോർട്ടേജ് ഉണ്ടായി, ഒരുപായിരക്കണക്കിന് സ്ത്രീകൾ. വേഴ്സായ്സ് പാലസ്, ഏതാ പാലസ്? വേഴ്സായ്സ് പാലസ്. പഠിക്കാൻ സിമ്പിൾ ട്രിക്ക് പറഞ്ഞുതരാം. ആ പാലസ് കൊണ്ട് ആർക്കും ഉപകാരമല്ല, വേസ്റ്റ് ആണ്. അപ്പൊ പാലസിന്റെ പേര് വേഴ്സായ്സ് പാലസ്. ഓക്കെ ആണല്ലോ? ആ പാലസിലേക്ക് മാർച്ച് നടത്തി. അങ്ങനെ രാജാവ് സ്ത്രീകൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്തായി അംഗീകരിച്ചു. 2 സ്ത്രീകളുണ്ട്, ഒന്ന് ഗൂഷ്, 2 ജെന്നി റോളണ്ട്. ജെന്നി ഫുള്ള് കാറ്റാണ്, ജെന്നി ഗുഷ്. കിട്ടിയോ? സാധനം സെറ്റാ, അടിപൊളിയായിട്ട് അങ്ങനെ പഠിക്കുക. അങ്ങനെ എന്തായി അവിടെ ഹ്യൂമൻ റൈറ്റ് ഡിക്ലറേഷൻ, മനുഷ്യാവകാശ പ്രഖ്യാപനം നടക്കുക. ആരാണ് മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തുന്നത്? ദേശീയ അസംബ്ലി കേട്ടോ, നാഷണൽ അസംബ്ലി. കാരണം ഒരു ഭരണത്തിൽ വന്നില്ലേ, ഇനി ഓർക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാണ്ടാവും. ഓലെ ആദ്യം പറയണം എന്താ? മനുഷ്യന് സ്വതന്ത്രനായ മനുഷ്യൻ എന്ത് കിട്ടണം? തുല്യ അവകാശം കിട്ടണം. കിട്ടിയോ? സ്വതന്ത്രനായി ജനിക്കുന്ന മനുഷ്യൻ എന്ത് കിട്ടണം? തുല്യ അവകാശം കിട്ടണം. ഇതാണ് ഒന്നാമത്തെ മനുഷ്യാവകാശം. കണ്ടോ? മനുഷ്യന്റെ അവകാശമാണ് പ്രഖ്യാപിക്കുന്നത് അല്ലേ? അടുത്ത നോക്കിയും ദ എയിം ഓഫ് ഓൾ പൊളിറ്റിക്കൽ അസോസിയേഷൻ ടു പ്രൊട്ടക്ട് ദ റൈറ്റ് ഓഫ് മെൻ. ഫ്രഞ്ചിൽ എത്ര രാഷ്ട്രീയ പാർട്ടി ഉണ്ടായാലും കുഴപ്പമില്ല, അവരൊക്കെ മനുഷ്യനെ സംരക്ഷിക്കാൻ വേണ്ടത്, അല്ല മനുഷ്യനെ തല്ലാൻ പറ്റൂല. അടുത്ത പോയിന്റ് നോക്കി സോവറൈനിറ്റി ഈസ് റിലേറ്റഡ് ടു ദ നേഷൻ. രാജ്യത്തിനാണ് പരമാധികാരം, അല്ലാതെ പുരോഹിതന്മാർക്കും പ്രഭുക്കന്മാർക്കും അല്ല. അധികാരം രാജ്യത്തിന്, രാജ്യം ഭരിക്കുന്നവർക്ക്. പുരോഹിതന്മാർക്കും പ്രഭുക്കന്മാർക്കും അതിന്റെ അധികാരമില്ല. ഓക്കെ ആണല്ലോ? എന്നിട്ട് പറയണേ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? മറ്റുള്ളവർക്ക് ഹാനികരമാകാത്ത രീതിയിൽ എന്താവുക? പ്രവർത്തിക്കുക. അതാണ് യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യം. അല്ലാതെ പുരോഹിതന്മാർക്ക് സ്വാതന്ത്ര്യം ഉണ്ട്, ഒരു സാധാരണക്കാർ വന്നിട്ട് ആകെ തല്ലുക, നുള്ളുക, പിച്ചുക, മാന്തുക, കുത്തുക, ഇങ്ങനെ കാട്ടാൻ പറ്റുമോ? ഇല്ല. അതാണ് അടുത്ത പോയിന്റ്. കിട്ടിയോ? എന്നിട്ട് ഇവിടെ പറയാണ് ലോ ക്യാൻ ഓൺലി പ്രൊഹിബിറ്റ് സച്ച് ആക്ഷൻസ് ആർ ഹേർട്ട്ഫുൾ ടു ദ സൊസൈറ്റി. അതേ നിയമത്തിന് ഒറ്റ കാര്യം എന്തുള്ളൂ നിയമം ചെയ്യണുള്ളൂ, സമൂഹത്തിന് തെറ്റായ രീതിയിൽ ബാധിക്കുന്ന കാര്യങ്ങളുണ്ട്, അത് വിലക്കണം. ഇപ്പം നമ്മൾ ഹെൽമെറ്റ് ഇട്ട് പോകുന്നുണ്ട് അല്ലേ, അതെന്തുകൊണ്ടാ? നിയമമുണ്ട്. കാരണം ഹെൽമെറ്റ് ഇടാതെ പോയാൽ പല പ്രശ്നങ്ങളും നടക്കും. അപ്പം അങ്ങനെ ബാധിക്കുന്ന പ്രശ്നങ്ങളൊക്കെ വിലക്കാനാണ് എന്തുള്ളത്? നിയമത്തിന് അധികാരമുള്ളൂ. അങ്ങനെ എന്തായി? ദേശീയ അസംബ്ലി മനുഷ്യാവകാശ പ്രഖ്യാപനം പാസ്സാക്കി. ഇനി ഫ്രഞ്ചിൽ ഒരു ഭരണത്തിൽ വന്നല്ലോ, അപ്പോൾ ഒരു കുറേ പരിഷ്കാരങ്ങൾ, റിഫോംസ്, മാറ്റങ്ങൾ കൊണ്ടുവരും. ഒരു കൊണ്ടുവന്ന മാറ്റങ്ങളാണ് ഇതൊക്കെ കേട്ടോ. ഒന്നാമത്തെ ഏകീകൃത ഭരണഘടന നടപ്പിലാക്കി. അതായത് ഫ്രഞ്ചിൽ ഒരു പറഞ്ഞു സ്വന്തമായിട്ട് എന്ത് വേണം? ഒരു യൂണിഫൈഡ് കോൺസ്റ്റിറ്റ്യൂഷൻ വേണം. ഇതേപോലെ ഒരു കറൻസി ഉണ്ടാക്കി. ആ കറൻസിന്റെ പേരാണ് അസൈനാറ്റ്. ഇതേപോലെ ജനങ്ങൾ തമ്മിൽ എന്തുണ്ടാവണം? റിലീജിയസ് ടോളറൻസ്. അതായത് ഹിന്ദു മതമാവട്ടെ, അതേപോലെ തന്നെ ക്രിസ്തു മതമാവട്ടെ, ഇതേപോലെ ഇസ്ലാം മതമാവട്ടെ, ഏത് മതമായാലും ആ മതങ്ങൾ തമ്മിൽ നല്ല ഐക്യത്തോട് കൂടിയിട്ട് എന്താവണം? ജീവിക്കണം. ഇതേപോലെ എന്ത് ചെയ്താൽ അറിയോ? ഈ ഭൂമികളൊക്കെ മതപരമായിട്ടുള്ള ക്ലർജീസിൻ്റെ അടുത്തുനിന്ന്, അതേപോലെ പ്രഭുക്കന്മാരെത്തുന്നൊക്കെ എന്തായി? പുരോഹിതന്മാരെത്തുന്നൊക്കെ ഭൂമികൾ പിടിച്ചെടുത്തു. ഇത്രയും കാര്യങ്ങളാണ് കാര്യമായിട്ട് എന്താവാനുള്ളത് ഫ്രഞ്ച് വിപ്ലവത്തിലെ ദേശീയ അസംബ്ലി അധികാരത്തിലാണ്. നമുക്ക് മനസ്സിലായില്ലേ? ഫ്രഞ്ച് ആദ്യം ഭരിച്ച ബൂർബൻ രാജവംശം, അവരെത്തുന്ന പാര് ഭരിച്ചു, ദേശീയ അസംബ്ലി പിടിച്ചെടുത്തു അല്ലേ? ഇനി നമ്മൾ പഠിക്കുന്നു റീൻ ഓഫ് ടെറർ. കിട്ടിയോ? ഭീകരവാഴ്ച. ഇപ്പൊ ഫ്രഞ്ച് ഭരിച്ച ദേശീയ അസംബ്ലി ആണല്ലേ. ഈ നാഷണൽ അസംബ്ലിന്റെ അടുത്തുനിന്ന് ഭരണം ആര് പിടിച്ചെടുക്കുകയാണ്? ദേശീയ കൺവെൻഷൻ, നാഷണൽ കൺവെൻഷൻ എന്താവാണ്? ഭരണം പിടിച്ചെടുക്കുക. എന്ന് ഇപ്പൊ ദേശീയ അസംബ്ലി അധികാരത്തിൽ വന്നത് 1789. പക്ഷേ ദേശീയ അസംബ്ലിയിൽ നിന്ന് ഭരണം പിടിച്ചെടുക്കുന്നത് 1792. ആരെ പിടിച്ചെടുക്കുന്നത് അറിയോ? ന്യൂ ഗവേണിംഗ് ബോഡി. എന്തായാലും വിളിക്കുന്ന പേര് നാഷണൽ കൺവെൻഷൻ. അപ്പൊ ബൂർബൻ രാജവംശം കഴിഞ്ഞു, ദേശീയ അസംബ്ലി കഴിഞ്ഞു, ഇനി നാഷണൽ കൺവെൻഷനാണ് എന്താ വന്നത്? ഫ്രഞ്ചിന്റെ ഭരണം പിടിച്ചെടുക്കുന്നത്. എന്താണ് നാഷണൽ കൺവെൻഷൻ ചെയ്തത് അറിയോ? നാഷണൽ കൺവെൻഷന്റെ എക്സിക്യൂട്ടഡ് ലൂയി 16. അവരാരെ കൊന്നു? ലൂയി 16 കൊന്ന്. ഇങ്ങനെ സെറ്റായിട്ട് നിൽക്കുക. ആ സമയത്താണ് നാഷണൽ കൺവെൻഷന്റെ എത്തുന്ന ഭരണം ഇതിൽപ്പെട്ട 3 ആൾക്കാർ എന്താവുന്നത്?
പിടിച്ചെടുക്കുന്നത്. കിട്ടിയോ? അവർ നമ്മൾ വിളിക്കുന്ന പേരാണ് ജാക്കോബിൻസ്. എന്താ പേര് പറഞ്ഞാണ്? ജാക്കോബിൻസ്. നിങ്ങൾ നോക്കിയപ്പോൾ ദേശീയ അസംബ്ലിയിൽ ഇരുന്ന് ആര് പിടിച്ചെടുത്തു? നാഷണൽ കൺവെൻഷൻ. ഇപ്പൊ അവരിന്ന് ആര് പിടിച്ചെടുക്കുകയാണ്? ജാക്കോബിനുകൾ. ഈ ജാക്കോബിനുകൾ എന്ത് ചെയ്തു അറിയോ? ഫ്രഞ്ചിന്റെ ചരിത്രത്തിൽ ഏറ്റവും ദുഃഖകരമായിട്ടുള്ള ഒരു സംഭവം സെപ്റ്റംബർ കൂട്ടക്കൊല. എന്താ പ്രശ്നം? പുരോഹിതന്മാര്, പ്രഭുക്കന്മാര്, അവരെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ, രാജാക്കന്മാരെ സപ്പോർട്ട് ചെയ്യുന്നവര്, ഇവരെല്ലാരും പാടെ പിടിച്ചിട്ട് എന്തായി? ജയിലിലിട്ടു. ജയിൽ മുഴുവൻ ഓവർ ക്രൗഡഡ് ആയപ്പോൾ അതിൽ പെട്ടിട്ടുള്ള 1500ഓളം വരുന്ന ജനങ്ങൾ എന്തായി? ജയിലിൽ നിന്ന് പുറത്തേക്ക് ഇട്ട് നേരെ റോട്ടിൽ കൊണ്ടുവന്ന് വെച്ചു. എന്നിട്ട് ഇവരെല്ലാവരും എന്തായാലും കൊന്നു. ഇത് നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? സെപ്റ്റംബർ മെസാക്കർ. കിട്ടിയോ? അത് നിങ്ങൾ നോക്കി, തൗസൻഡ്സ് ഓഫ് പീപ്പിൾ, ആയിരക്കണക്കിന് ജനങ്ങൾ. ആരൊക്കെ? നോബിൾസ്, പുരോഹിതന്മാര്, പ്രഭുക്കന്മാര്, അതേപോലെ രാജാവിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ, ഇവരൊക്കെ എന്തായി? ജയിലിൽ അടച്ചു. ജയിൽ ഫുള്ള് ജനങ്ങൾ കൊണ്ട് നിറഞ്ഞപ്പോൾ എന്തായി? ഇങ്ങനെയുള്ള ആൾക്കാരെ മുഴുവൻ, അതായത് 1500ഓളം ജനങ്ങളെ പാരീസിന്റെ നഗരത്തിൽ കൊണ്ടുവന്നിട്ട് എന്തായി? വെടിവെച്ച് കൊന്നു. അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് സെപ്റ്റംബർ മെസാക്കർ. അങ്ങനെ പുതിയൊരു കോൺസ്റ്റിറ്റ്യൂഷൻ വരികയാണ്. ഡയറക്ടറിക്ക് ഒരു പ്രത്യേകത ഉണ്ട്. എന്താ വെച്ചാൽ ഒരു 5 അംഗ ഭരണ സമിതിയാണ് ഡയറക്ടറി. കണ്ടോ? അപ്പോൾ ജാക്കോബിനറ്റ്സ് നിന്ന് അടുത്ത ഭരണം പിടിച്ചെടുക്കുകയാണ് കേട്ടോ. പുതിയ ഭരണഘടന വരികയാണ്. പക്ഷേ ഈ ഭരണം എന്താവുന്നില്ല, നല്ല രീതിയിൽ പോകുന്നില്ല. കാരണം എന്താണ് അറിയോ? ഫുൾ ടൈം കറപ്ഷൻ, അഴിമതികൾ ഉണ്ടാവാണ്. അഴിമതി ഉണ്ടായപ്പോൾ നാടിൽ മുഴുവൻ ദാരിദ്ര്യ, ജനങ്ങൾക്ക് വിശ്വാസങ്ങളൊക്കെ എന്തായി? നഷ്ടപ്പെട്ടു. അങ്ങനെ ഡയറക്ടറി എന്താവുന്നു? പോകുന്നു. കണ്ടോ? അപ്പൊ 89 ദേശീയ അസംബ്ലി വന്നു, 92 നാഷണൽ കൺവെൻഷൻ വന്നു, ജാക്കോബിനുകൾ വന്നു, 95 ഡയറക്ടറി വന്നു. ഡയറക്ടറി 95 വന്നപ്പോഴോ അതും കിടക്കുന്നു. ഇത്രയും കാര്യങ്ങൾ എന്താവുക? എല്ലാവരും മനസ്സിലാക്കുക. ഇനി ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ഫലം നമുക്ക് എല്ലാവർക്കും അറിയാം. എന്ത്? ഫ്രഞ്ചിൽ സ്വാതന്ത്ര്യം കിട്ടിയല്ലോ കുറച്ച് കഴിഞ്ഞപ്പോൾ അല്ലെ? ഫ്രഞ്ചിന് ഒന്നാമത്തെ എന്താ? ഫ്യൂഡലിസം തകരും. ഇനി പുരോഹിതന്മാർക്ക്, പ്രഭുക്കന്മാർക്കൊന്നും അധികാരം ഉണ്ടാവില്ല. അവരുടെ അടുത്തുള്ള ഭൂമികളൊക്കെ പിടിച്ചെടുക്കും. ക്യാപ്ചർ ദ ലാൻഡ് ഫ്രം ലോർഡ്സ്, ക്യാപ്ചർ ദ ലാൻഡ് ഫ്രം നോബിൾസ് അല്ലെ? ഇനി ആരെക്കാരും ഭൂടമസ്ഥരായിട്ട് മാറുക? സാധാരണക്കാരായിട്ടുള്ള കൂട്ടത്തിൽപ്പെട്ട ഉയർന്ന വിഭാഗം. ആരാ? മിഡിൽ ക്ലാസ് അല്ലേ? നോക്കി, മിഡിൽ ക്ലാസ് ബിക്കം ദ ഓണേഴ്സ് ഓഫ് ദ ലാൻഡ്. കിട്ടിയോ? അങ്ങനെ ഒരു വെയിറ്റേജ് സിസ്റ്റം എന്തായി? നടപ്പിലാക്കി. ഇനി അതിനൊക്കെ ശേഷം ഫ്രഞ്ച് ഭരിച്ച ഒരാളാണ് നെപ്പോളിയൻ ബോണപ്പാർട്ട്. നെപ്പോളിയൻ മക്കൾ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടു. നമ്മുടെ ദേശീയ അസംബ്ലി കുറെ മാറ്റം കൊണ്ടുവന്നില്ലേ? ഇതേപോലെ നെപ്പോളിയൻ എന്താവാണ്? ഫ്രഞ്ചിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരിക. അങ്ങനെ ആദ്യം കൊണ്ടുവന്ന മാറ്റമാണ് നിയമ പരിഷ്കാരം, അതേപോലെ തന്നെ കൺകോഡറ്റ്, ഇതേപോലെ എഡ്യൂക്കേഷൻ റിഫോംസ്, വിദ്യാഭ്യാസ പരിഷ്കാരം, ഇക്കണോമിക് റിഫോംസ്, സാമ്പത്തിക പരിഷ്കാരം, ഇതേപോലെ മിലിറ്ററി റിഫോംസ്, സൈനിക പരിഷ്കാരം. ഇങ്ങനെ 5 കാര്യങ്ങളാണ് കാര്യമായിട്ട് എന്താവുന്നത്? 1, 2, 3, 4, 5 കാര്യങ്ങളാണ് കാര്യമായിട്ട് എന്താവുന്നത്? നടപ്പിലാക്കുന്നത്. ലീഗൽ റിഫോംസ് ആണ് ഫ്യൂഡൽ നിയമങ്ങൾ എന്തായി? അവസാനിപ്പിച്ചു. ഇതേപോലെ കൺകോഡറ്റ് ആണ് ഇയാൾക്ക് ഒരു താല്പര്യമുണ്ട്. കത്തോലിക്ക സഭയുടെ അധികാരങ്ങൾ പുനഃസ്ഥാപിക്കുക. അയാളെ ഇഷ്ടം, അയാളത് ചെയ്തു. അടുത്ത് നോക്കി, വിദ്യാഭ്യാസ പരിഷ്കാരത്തിന് വേണ്ടിയിട്ട് ഒരുപാട് വിദ്യാലയങ്ങൾ സ്ഥാപിച്ചു. ഇക്കണോമിക് റിഫോംസിന് വേണ്ടിയിട്ട് ഫ്രഞ്ചിൽ സ്വന്തമായിട്ട് ഒരു ബാങ്ക് ഓഫ് ഫ്രാൻസ് എന്ന് പറയുന്ന ഒരു ബാങ്ക് കൊണ്ടുവന്നു. ഇതേപോലെ സൈന്യത്തെ വിവിധ തട്ടുകളായിട്ട് എന്തായി? വിവിധ വിഭാഗങ്ങളായിട്ട് എന്തായി? തരംതിരിച്ചു. സിമ്പിളായിട്ട് പറഞ്ഞാൽ, ഞാൻ റോട്ട് കൂടെ നടന്നു പോകുമ്പോൾ ഞാനവിടെ ഒരു കോടതി കണ്ടു. അതാണ് ലീഗൽ റിഫോംസ്. തൊട്ടപ്പുറത്ത് പോയപ്പോൾ അവിടെ ഒരു സ്കൂൾ കണ്ടു, എഡ്യൂക്കേഷൻ റിഫോംസ്. അതിന് നേരെ തൊട്ടപ്പുറത്ത് ഒരു കത്തോലിക് ചർച്ച് കണ്ടു, കൺകോഡറ്റ്. കണ്ടോ? അപ്പോൾ കത്തോലിക്ക സഭക്കാരെ അധികാരം വീണ്ടും എടുത്തു അല്ലേ? ഇങ്ങനെ ആലോചിച്ചാൽ മതി, സിമ്പിളാ. എന്നിട്ട് ഒരു ബാങ്ക് കണ്ടു, ബാങ്കിന് ചുറ്റും പട്ടാളക്കാരുണ്ട്. അപ്പോൾ കിട്ടിയില്ല, ബാങ്ക് ഓഫ് ഫ്രാൻസ് സ്ഥാപിച്ചു. അത് ഇക്കണോമിക് റിഫോംസാ, മിലിറ്ററി റിഫോംസ്. സൈന്യത്തെ പല വിഭാഗങ്ങളായിട്ട് എന്തായി? തരംതിരിച്ചു. പക്ഷേ ഈ നെപ്പോളിയൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശത്രുത ഉണ്ടായിരുന്നത് ബ്രിട്ടനായിട്ടാ. ബ്രിട്ടനെ തകർക്കാൻ വേണ്ടിയിട്ട് നെപ്പോളിയൻ കൊണ്ടുവന്ന സിസ്റ്റമാണ് കോണ്ടിനെന്റൽ സിസ്റ്റം. ഈ സിസ്റ്റം പ്രകാരം എന്തായി? നെപ്പോളിയൻ എന്തായി? ബ്രിട്ടനെ തകർക്കാൻ ഒരുപാട് പ്ലാനുകൾ ആവിഷ്കരിച്ച് മുന്നോട്ട് വെച്ചു. പക്ഷേ അതിന് മുമ്പ് ബ്രിട്ടൻ എന്തായി? 1815 വാട്ടർലൂ യുദ്ധത്തിൽ ആരെ പരാജയപ്പെടുത്തി? നെപ്പോളിയനെ പരാജയപ്പെടുത്തി. എന്നാ പരാജയപ്പെടുത്തിയത്? 1805. അങ്ങനെ ആലോചിക്കുക, ബ്രിട്ടീഷുകാരും നെപ്പോളിയനും വാട്ടർ വെച്ചിട്ടാണ് യുദ്ധം നടത്തിയത്. വെള്ളം കണ്ടോ? ജലയുദ്ധം എന്ന് ആലോചിച്ചാൽ മതി, വാട്ടർലൂ യുദ്ധം. കിട്ടിയോ? അങ്ങനെ നെപ്പോളിയൻ പരാജയപ്പെട്ടു. അങ്ങനെ ബ്രിട്ടന്റെയും റഷ്യന്റെയും അതേപോലെ ഓസ്ട്രിയന്റെ ഒക്കെ നേതൃത്വത്തിൽ വിയന്നയിൽ വെച്ചിട്ട് ഒരു സമ്മേളനം നടക്കുകയാണ്. അതാണ് വിയന്ന കോൺഫറൻസ്. കിട്ടിയോ? വിയന്ന സമ്മേളനം. അന്നത്തെ ഓസ്ട്രിയൻ ചാൻസലർ ഉണ്ട്, ഇയാളാണ് മെറ്റേണിച്ച്. ഇയാളുടെ നേതൃത്വത്തിലാണ് കോൺഗ്രസ് ഓഫ് വിയന്ന സമ്മേളനം നടന്നത്. ഏത് യുദ്ധത്തിന് ശേഷം? 1815 വാട്ടർലൂ യുദ്ധത്തിന് ശേഷം. ഈ സമ്മേളനം കുറെ കാര്യങ്ങൾ പാസാക്കി. ഒന്നെന്താണ് അറിയോ? റീസ്റ്റോർ ദ ബൂർബൻ ഡൈനാസ്റ്റി ഇൻ ഫ്രാൻസ്. ഫ്രാൻസിൽ ഏത് ഭരണം സ്ഥാപിക്കുക? ബൂർബൻ രാജവംശം പുനഃസ്ഥാപിക്കുക. ആലോചിച്ചോക്കി, ആദ്യം ബൂർബൻ രാജവംശം, ദേശീയ അസംബ്ലി, നാഷണൽ കൺവെൻഷൻ, ജാക്കോബിനുകൾ, ഡയറക്ടറി, നെപ്പോളിയൻ അല്ലെ? ഇനി അടുത്തതായിട്ട് വീണ്ടും എന്തെന്നെ വരികയാണ്? ബൂർബൻ രാജവംശം. ഇനി ഫ്രാൻസിൽ മാത്രമൊന്നല്ല കേട്ടോ, എവിടെയുണ്ട്? യൂറോപ്പിൽ മൊത്തം ഫ്രഞ്ച് വിപ്ലവത്തിന് മുമ്പ് എങ്ങനെയാണോ അതേപോലത്തെ ഭരണം എന്താവണം? സ്ഥാപിക്കണം. ഇതേപോലെ ബ്രിട്ടൻ്റെയും റഷ്യൻ്റെയും പവറുകളൊക്കെ എന്താവണം? അംഗീകരിക്കണം. ഇതേപോലെ തന്നെ ഓസ്ട്രിയ കേട്ടിട്ടുണ്ടല്ലോ അല്ലേ? എല്ലാവർക്കും അറിയാം ഓസ്ട്രിയക്ക് എന്താവണം? ഒരു അധികാരമുണ്ട്. എവിടെ അറിയോ? മധ്യ യൂറോപ്പിൽ, മിഡിൽ യൂറോപ്പിൽ എന്തുണ്ട്? ഓസ്ട്രിയൻ്റെ
ചില അധികാരങ്ങളുണ്ട്, അതും കൂടി എന്താവണം, അംഗീകരിക്കണം എന്ന് പറഞ്ഞു. ഇതൊക്കെയാണ് കാര്യമായിട്ട് എന്താവാനുള്ളത് ഈ ചാപ്റ്ററിൽ പ്രധാനമായിട്ടും പഠിക്കാനുള്ളത്. വളരെ പെട്ടെന്ന് എന്താവുക, ക്ലാസ് കേൾക്കുക. ഞാൻ കുറച്ച് അടിച്ചു വിട്ടിട്ടുണ്ടാവും, നിങ്ങൾ എന്താവുക വളരെ സ്ലോ ഇട്ടിട്ട് എന്താവുക കേൾക്കുക. 1ലും അതിന് മുമ്പ് എന്താ -1.5 അല്ലെങ്കിൽ 1 ഇട്ടാൽ സിമ്പിളായിട്ട് നിങ്ങൾ ക്ലാസ് കേൾക്കാൻ കഴിയും. അടിച്ചു പൊളിച്ച് മക്കൾ എന്താവുക ഉഷാറായിട്ട് എക്സാം എഴുതുക. നിങ്ങൾ ഓണപരീക്ഷൻ്റെ തലേ ദിവസം നമ്മൾ MS പ്രഡിക്ഷൻ ലൈവ് ഉണ്ട്, ക്വസ്റ്റ്യൻ ലൈവ് ഉണ്ട്. അത് ബുധനാഴ്ച രാത്രി ആയിരിക്കും, എല്ലാവരും ഉണ്ടാവണം. അതേപോലെ പുലർച്ചെ 4 മണിക്ക് നമ്മൾ ഹോർലിക്സ് ലൈവ് ഉണ്ടാവും. എല്ലാ മക്കളും എന്താവുക ആ ലൈവിൽ പങ്കെടുക്കുക. നമുക്ക് അടിപൊളിയായിട്ട് എന്താവണം അതിൽ കാണാം, മീറ്റ് ചെയ്യുക, മക്കളെ സെറ്റാക്കുക. മാക്സിമം ലൈക്ക് ഇട്ടിട്ടൊക്കെ എന്താവുക ഷെയർ ആക്കുക. അപ്പോൾ മക്കളെ ബൈ, ടാറ്റാ, സീ യു, ലവ് യു.